ഹലോ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല. എൻ്റെ പേരൻസിന് എന്നെ അറിയാം. എനിക്ക് അറിയാം ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ പുറത്ത് ഔട്ട് പോകുമ്പോൾ അത് വലിയൊരു എന്താ പറയുക, നെഗറ്റീവായിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് പുറത്ത് എങ്ങനെ പോകും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല, എനിക്കതൊന്നും പ്രശ്നമല്ല. എൻ്റെ പേരൻസിന് എന്നെ നന്നായിട്ട് അറിയാം, എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം എന്നൊക്കെയാണ് ഇവിടെ ജാസ്മിൻ പറയുന്നത്. അതുപോലെ തന്നെ പവർ ടീമിൻ്റെ ശ്രീരേഖ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീരേഖ പൊട്ടിച്ചു. അങ്ങനെ പവർ ടീം അടിച്ചു പിരിയോ, ഇത് അടിച്ചു പിരിയാറായോ, ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോക്കി ജാസ്മിനോട് സംസാരിക്കുമ്പോൾ റോക്കി ജാസ്മിനോട് പറയുകയാണ്, നീ ഗബ്രിയെ കൊണ്ട് നടക്കുന്നത് ഒരു ബെല്ലൂണ് പോലെയല്ലേ, ഈ ബെല്ലൂണ് പൊട്ടിപ്പോയാൽ നീ പുതിയൊരു ബെല്ലൂണ് നോക്കില്ലേ എന്നൊക്കെ ചെയ്തത്. ജാസ്മിൻ പറയുന്നത്, ഞാൻ ഒരിക്കലും ഒരു ഇമേജ് കോൺഷ്യസ് അല്ല, ഞാൻ ഗബ്രിയെ എനിക്കൊരു ട്രൂ ഫ്രണ്ട്സ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ ഗബ്രിയെ പോലെ വേറൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ അവനെ ഞാനൊരു ട്രൂ ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. എൻ്റെ പേരൻസിന് കാണുമ്പോൾ അറിയാം, അവർ എന്നെ ഒരിക്കലും, അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം, അവരൊരിക്കലും എന്നെ നെഗറ്റീവായി എടുക്കില്ല എന്നൊക്കെയാണ്. ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല, പുറത്ത് എങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ റോക്കി അതുപോലെ ഗബ്രി ആണെങ്കിൽ ഒന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ജാസ്മിൻ ആയാലും ഗബ്രിയാണ് നല്ലൊരു കാലിബറുള്ള പ്ലെയറാണ്. അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടും ഈ ഒരുമിച്ച് നിന്നിട്ട് പ്ലേ ചെയ്യുന്നതും കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ലവ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഈ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഇത് കൊണ്ടായിരിക്കും കൂടുതലും പുറത്തോട്ട് നെഗറ്റീവായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്തൊരു കോംബോ പോലെ തോന്നുന്നത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ കൂടുതലും പ്രേക്ഷകർക്ക് ഇഷ്ടമായേനെ, അല്ലെങ്കിൽ പ്രേക്ഷകർ കൂടുതൽ ഇവരെ ഏറ്റെടുത്തേനെ എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് നിന്ന് കളിക്കുമ്പോൾ അവർ ഹൗസിനുള്ളിലും ഒരു നെഗറ്റീവായിട്ടാണ് പോകുന്നത്, അതുപോലെ തന്നെ പുറത്തും ഒരു നെഗറ്റീവായിട്ടാണ്, നമ്മൾ പ്രേക്ഷകർക്കിടയിലും ഒരു നെഗറ്റീവായിട്ടാണ് പോകുന്നത്. പക്ഷേ നന്നായിട്ട് സംസാരിക്കാനും സംസാരിച്ച് പിടിച്ചു നിൽക്കാനും സംസാരിച്ച് തൻ്റെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തൻ്റെ സ്ഥാനം ന്യായീകരിക്കാനും ഒക്കെ ജാസ്മിന് നല്ല കഴിവാണ്. അതുപോലെ തന്നെയാണ് ഗബ്രിക്കും തൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയാൻ നല്ല കാലിബറുള്ള ആളാണ്, നന്നായിട്ട് കളിക്കുന്ന ആളാണ്, നല്ല പ്ലെയറാണ്. അപ്പം ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇവർക്ക് കളിക്കാമായിരുന്നു, നല്ലൊരു പ്ലെയർ ആകാമായിരുന്നു. എന്തായാലും ഇവർ മുന്നോട്ട് കുറേ ദിവസങ്ങൾ പോകും, കാരണം അവർ അങ്ങനെ തന്നെയാണ്, നല്ല കുരുട്ട് ബുദ്ധികളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ആകുന്ന വിധത്തിലൊക്കെ അവരുടെ കളി കളിക്കുന്നുണ്ട്. എങ്കിലും ഇവർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കാൻ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ ശ്രീരേഖ വലിയൊരു എന്താ പൊട്ടിക്കുന്നു പറഞ്ഞ് ബോംബ് പൊട്ടിക്കാൻ, അതായത് ക്യാമറയിൽ നോക്കി പറഞ്ഞു, ബിഗ് ബോസ് എനിക്ക് പവർ ടീമിൽ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് പവർ ടീമിൽ നിന്ന് വെളിയിൽ വരണം, എനിക്കെന്തോ സ്ഥാനമുള്ളതുപോലെ തോന്നുന്നില്ല, അതായത് താൻ പറയുന്നതൊന്നും ആരും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ശ്രീരേഖ പറയുകയാണ്. അങ്ങനെ ശ്രീരേഖ ഇതൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ റോക്കിയെ കാണുന്നുണ്ട്. അപ്പോൾ റോക്കി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ റോക്കിയായിട്ട് ചില വാക്ക് തർക്കങ്ങളൊക്കെ നടക്കുന്നു. എന്തായാലും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്താ പറയുക, അവിടെ ആരോ ഉറങ്ങുന്നു, അത് ആരോ ഉറങ്ങി, നമ്മുടെ പട്ടി വരയ്ക്കുന്ന സൗണ്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഉറങ്ങിയത് യമുനയാണ്. അപ്പോൾ റോക്കി വന്നിട്ട് അപ്സരയോട് ചോദിക്കുന്നു, താനൊരു ക്യാപ്റ്റൻ അല്ലേ, ആരാ ഉറങ്ങിയതെന്ന് തനിക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്സര പറയുന്നു, എനിക്കിപ്പോൾ അവരെ പോയി അടിച്ച് നേരെയാക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അവരേക്കാ പവർ എനിക്ക് കുറവാണ്, അവർക്കാണ് പവർ കൂടുതൽ എന്നൊക്കെ അപ്സര പറയുന്നു. അങ്ങനെ അപ്സര പോയി, ജാൻമണിയാണെങ്കിൽ രാവിലെ മുതൽക്ക് സാരി ഉടുത്ത് നമ്മുടെ അടുക്കളയുടെ താക്കോല് ഇങ്ങനെ ഇട്ടിട്ട് അതിൽ നടക്കുക, ഞാൻ തമ്പുരാട്ടിയല്ലേ, ഞാൻ എന്താ മഹാറാണിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അപ്സര ജാൻമണിയോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ജാനു നീയാണോ ഉറങ്ങിയത് എന്ന് ചോദിക്കും. അപ്പോൾ ജാനു പറയുന്നത്, ഞാനല്ല, തമാശ രൂപത്തിൽ കൂടുതലും സംസാരിക്കാൻ ശ്രമിച്ചു. അപ്സര ശരിക്കും അപ്പം ദേഷ്യം അപ്സരയ്ക്ക് ശരിക്കും വരുന്നത്. എന്നിട്ട് അപ്സര പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും വിഷമം വരുന്നുണ്ട് ജാനു എന്ന് ചോദിക്കുന്നതിന് മറുപടി പറ, നീയാണോ ഉറങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ യമുന വന്നിട്ട് പറയുന്നു, ഞാനാണ് ഉറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്സര പറയുന്നു, എന്താ പറയുക, ലക്ഷറി പോയിന്റ് പോവില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജാസ്മിൻ അങ്ങോട്ട് കടന്നു. ജാസ്മിൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ലക്ഷറി പോയിന്റ് പോയാലും നമ്മളുടെ ഇതിൽ നിന്ന് നമ്മൾ നിങ്ങൾക്ക് തരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു, അതല്ലേ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊരിക്കലും എത്രയാണെന്ന് പറഞ്ഞാലും അവരുടെ ഇതിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ലക്ഷറി പോയിന്റ് കട്ടാവുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ.
ഗബ്രി ആണെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല രീതിയിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഐസ്ക്രീമിൻ്റെ കേസുകൾ ഒക്കെ ഗബ്രി എടുത്തിടുന്നുണ്ട് ഇടയ്ക്ക്. എങ്കിലും ഗബ്രിക്കാണെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ളൊരു കുട്ടിയാണ് ഗബ്രി. പിന്നെ എന്തുകൊണ്ടാണ് ഗബ്രി ഇങ്ങനെ ജാസ്മിൻ്റെ കൂടെ ആയിപ്പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കളിക്കാൻ തുടങ്ങി കഴിയുമ്പോഴാണ് ആകെപ്പാടെ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് വരുന്നത്. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും നല്ല പ്ലേയേഴ്സ് തന്നെയാണ്, നന്നായിട്ട് അല്ലെങ്കിൽ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം തന്നെയാണെങ്കിൽ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്, നല്ല ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് നല്ല ബുദ്ധി വരെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടി രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചലഞ്ചുകൾ വരുമായിരിക്കും, ആ ചലഞ്ചുകളിൽ നിന്നും ചിലപ്പോൾ പവർ ടീം മുന്നോട്ട് പോയി വേറൊരു ടീം വരാനാണ് സാധ്യത. അങ്ങനെ ചലഞ്ച് വരുമായിരിക്കും. നമുക്ക് പുതിയ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. ഇനി പുതിയ ലൈവ് അപ്ഡേറ്റായിട്ട് ഞാൻ വരും. ബൈ.